ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു നിവ വ്ളോഗ്സ്. നിവ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും പതിവ് പോലെ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലസ് ടീച്ചേഴ്സ് ഡേ ഒക്കെ ആയിട്ട് എല്ലാവർക്കും ടീച്ചേഴ്സ് ഡേയുടെ വിഷൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചാണ് വീഡിയോ എടുത്ത്. പക്ഷെ അതിന് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഞാൻ ഇന്നത്തെ ദിവസം പറയുകയാണ്, നല്ലൊരു ടീച്ചറായിട്ട് മാറാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാർട്ട് ഫ്രം നമ്മുടെ നോർമൽ തിയറട്ടിക്കൽ നോളജ് അല്ലെങ്കിൽ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനപ്പുറം നല്ല വാല്യൂസും കൊണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ സാധിക്കുന്ന നല്ല ടീച്ചേഴ്സ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനെപ്പോഴും നമ്മുടെ ടീച്ചിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഡൗട്ട്സിലേക്ക് കിടക്കാം. ഡിഗ്രി ഏതാണ് എടുത്തത്? ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കേട്ടോ. ഡിഗ്രി ഞാൻ പഠിച്ചത് BCom ആണ്. ദെൻ BA കഴിഞ്ഞവർക്ക് B.Ed എടുക്കാമോ? ഷുവറായിട്ട് എടുക്കാം. BA കഴിഞ്ഞവർക്ക് B.Ed എടുക്കാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിന് ശേഷം വേണമെങ്കിൽ MA കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഞാനിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ടാണ്, ഞാനിപ്പോൾ ടാഗൊക്കെ അതിൻ്റെ ഇട്ടുകൊണ്ടായിട്ട് ഇരിക്കുന്നത്. ആക്ച്വലി മറന്നുപോയി ഊരാനായിട്ട്. ഇപ്പോൾ ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇടുക്കി തന്നെ. ദെൻ please share information about competition level of this course. It is worth in present scenario. Please create video based on this information. ഏറ്റവും ഇന്ന് കുറച്ച് സമയം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ ലെവൽ ഓഫ് ദിസ് കോഴ്സ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു കോഴ്സാണ് B.Ed എന്ന് പറഞ്ഞാൽ. അതിന് ശേഷമുള്ള സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. B.Ed കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോബ് മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ നല്ല ഒരു കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ ആഫ്റ്റർ ലോങ് പീരീഡാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പക്ഷേ എന്നാൽ പോലും 754 അടുത്ത് എനിക്ക് വ്യൂസ് അതിന് വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് വലിയ കാര്യമൊന്നുമല്ല, എന്നാൽ പോലും ആ ഒറ്റ സ്ട്രെച്ചിൽ അത്രയും കിട്ടിയതെന്ന് ഞാൻ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കണ്ടന്റ് കേൾക്കാനായിട്ട് ആളുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? എങ്ങനെയെങ്കിലും നല്ലൊരു ജോബിലേക്ക് എത്താനായിട്ടുള്ളൊരു സെർച്ചിങ് ആണ്. ധാരാളം ആളുകൾ B.Ed പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ രൂപതയുടെ ഗസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ. എനിക്കൊന്ന് അറൗണ്ട് 20 കാൻഡിഡേറ്റ്സ് ഇടുക്കി രൂപത തന്നെ B.Ed സെറ്റ് നെറ്റ് ഒക്കെ ഉള്ളൊരു ഗസ്റ്റിന് വേണ്ടി. അപ്പം പെർമനൻ്റ് ആകുമ്പോൾ ആലോചിച്ച് നോക്കിയും അത്രയും ആളുകൾ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ആളുകൾ ജോബിനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്കെ, കോമ്പറ്റീഷൻ ലെവൽ ആൻഡ് ഇറ്റ് ഈസ് വർത്ത് ഇൻ പ്രസൻറ്റ് സിനാരിയോ. നമുക്ക് പറയാൻ പറ്റത്തില്ല ചാൻസ് എപ്പോഴാണ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരിക എന്നുള്ളത്. അപ്പം നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് കോളേജുകളിലൊക്കെ ചാൻസുകൾ, സ്കൂളിലൊക്കെ ചാൻസ് വളരെ കുറവാണ്. സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് ഒക്കെ മൈഗ്രേഷനൊക്കെ കാരണം വളരെ കുറഞ്ഞു. അപ്പോൾ അപ്പോയിൻമെൻറ്റുകളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പ്രസൻ്റായിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. മൈഗ്രേഷനൊക്കെ ഓരോ രാജ്യങ്ങളും ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ പിന്നെയും നമ്മുടെ കുട്ടികൾ ഇങ്ങോട്ട് വരികയും അങ്ങനെയുള്ളൊരു സാധ്യത നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ശരിക്കും പഠിക്കുന്നത് എപ്പോഴാണെങ്കിലും നല്ലതാണ്. പഠനം കൊണ്ട് ഒരു ജോബിനപ്പുറം പല എബിലിറ്റീസും നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്, പല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ പഠിക്കാൻ പറ്റുന്നത്ര പഠിക്കണം എന്ന് പറയാൻ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്ത്, ഇപ്പോൾ B.Edനൊക്കെ ആണെങ്കിലും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ കുറച്ചും കൂടെ ഒക്കെ ഒരു വർത്താക്കും നോർമലി ഒരാൾ ചെയ്യുന്നതിലും അപ്പുറം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റിൻ്റെ അകത്ത് പുതിയ ടെക്നോളജികൾ വരുന്നത്, അങ്ങനെയുള്ള ഒരു അപ്ഡേഷൻസ് എല്ലാ ഫീൽഡിലും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഓരോ കോഴ്സുകൾ ആഫ്റ്റർ B.Ed പോലും എടുക്കുന്നതാണ്. നമ്മുടെ സബ്ജക്റ്റുകളിലെ അപ്ഡേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ കുറച്ചും കൂടെ ഒരു എഫിഷ്യൻ്റ് ആക്കി വർക്ക് ചെയ്യാനായിട്ട് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും കോമ്പറ്റീഷൻ ലെവൽ വളരെ ഹൈ ആണ്. ഇനിയിപ്പം ഇൻ്റഗ്രേറ്റഡ് B.Ed എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഭാവി എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയണം. അപ്പോയിൻമെൻറ്റുകളൊക്കെ എത്രമാത്രം സംഭവിക്കും, മൈനർ കോഴ്സ്, മേജർ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഗ്രി കോഴ്സുകളൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ആക്കിയല്ലോ. +1 +2ൻ്റെയൊക്കെ കരിക്കുലംസിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ കോമ്പറ്റീഷൻ ലെവൽ കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര 5 മിനിറ്റോളമായി. അപ്പോൾ ഞാൻ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. അപ്പോൾ കൂടുതൽ നിങ്ങൾക്കുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്